അപ്പം ഞങ്ങൾ ജബൽ ഷംസിലേക്ക് പോവാണ്. ജബൽ ഷംസിൽ നമ്മൾ ഇതുവരെ പോയിട്ടില്ല. മുമ്പ് ഒരുപാട് തവണ പ്ലാൻ ചെയ്തിരുന്നു പോകാനായിട്ട്, പക്ഷെ ഇതുവരെ പോകാൻ പറ്റിയില്ല. അപ്പം നമ്മളിന്ന് പോവാണ്. അപ്പം ഞങ്ങളുടെ കൂടെ സ്ഥിരമുള്ള നമ്മുടെ കമ്പനിയുണ്ട്. അപ്പോൾ ഞങ്ങൾ അടിച്ചു പൊളിച്ച് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, പിന്നെ മാസ്ക് അങ്ങനെയുള്ള സംഭവങ്ങൾ, സേഫ്റ്റിക്കുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പം എൻജോയ് ചെയ്ത് നമുക്ക് പോയിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ റുസൈൽ നിന്ന് നമ്മുടെ ഇസ്കി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ജബൽ ഷംസ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മുടെ യാത്ര എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഇങ്ങനെ വരുമ്പോൾ തന്നെ നമ്മൾ റൈറ്റ് സൈഡിലൊരു സ്ഥലം കണ്ടു, മരങ്ങളൊക്കെ ഉള്ള. ആ സ്ഥലത്ത് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. കറക്റ്റ് സ്ഥലം ഞാനിങ്ങനെ ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്ക് കറക്റ്റ് സ്ഥലം ഓർമ്മയില്ല. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മളിപ്പം നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ പോവാം. ഒരു സുലൈമാനെയൊക്കെ അടിച്ചിട്ട് പോവാം. ഇപ്പോൾ സുലൈമാനെയൊക്കെ കുടിച്ചുകൊണ്ട് നമുക്ക് യാത്ര തുടരാം. ഗൈസ്, അപ്പം നമ്മൾ ജബൽ ഷംസിലേക്കുള്ള റോട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് വെച്ച് ചെറുതായിട്ട് പണിപാളി, നമ്മൾ വേറൊരു വഴിയിൽ കയറിപ്പോയി. അപ്പം ആ റോഡ് തെറ്റി വന്നപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമൊക്കെയാണ്, പക്ഷേ ഇത് കുറച്ച് ഡേഞ്ചറസ് റോഡാണ്, മീൻസ് ഓഫ് റോഡാണ്. അത് നമ്മുടെ വണ്ടിയായിട്ട് പോകാൻ പറ്റില്ല. അപ്പം നമ്മളതുകൊണ്ട് ഇവിടുന്ന് റൂട്ട് മാറ്റുകയാണ്. ഇപ്പം നമ്മൾ ശരിയായിട്ടുള്ള വഴിയിലെത്തിയിട്ടുണ്ട്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡിൻ്റെ രണ്ട് സൈഡിലും കൂറ്റൻ മലകളാണ്. അപ്പം ഫ്രണ്ടിലും കാണുന്നുണ്ട്. അപ്പം ജബൽ ഷംസ് അടുക്കാറായി എന്നുള്ളതിനൊരു സൈനാണത്. നമ്മളങ്ങ് ടോപ്പിൽ എത്താറാകുമ്പോൾ നമുക്ക് കുറച്ച് ദൂരം ഓഫ് റോഡ് പോകേണ്ടതായിട്ടുണ്ട്. ഓഫ് റോഡ് പലതരത്തിലുള്ള വണ്ടികൾ പോകുന്നുണ്ട്, പക്ഷേ നമ്മുടെ സാധാരണ കാറുമായിട്ട് നമുക്ക് പോവാം, കുഴപ്പമൊന്നുമില്ല. നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്ത് തന്നെ പോവാം. പക്ഷേ ഓഫ് റോഡാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള കുറച്ച് കുലുക്കങ്ങളൊക്കെ ഉണ്ടാവും. ഞങ്ങളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. പലതരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഒമാനിലെല്ലാം മലകളാണെങ്കിലും ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ നല്ല പാറക്കെട്ടുകളാണ്. പിന്നെ ഇവിടെ ഒരു ഒഴുക്കൻ സ്റ്റൈലിലാണ് ഈ മലകളൊക്കെ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാനും നല്ല ഭംഗിയായിട്ട് തോന്നും. ഓഫ് റോഡ് ആണെങ്കിൽ ഇവിടെയൊക്കെ സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ റൂട്ട് എങ്ങോട്ടാണെന്നുള്ളതിൻ്റെ സൈൻ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്ഥലങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് പോകാം. പിന്നെ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യുക. പിന്നെ ഈ റൂട്ടിൽ പോകുമ്പോൾ പലതരത്തിലുള്ള വണ്ടികൾ ഓപ്പോസിറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം പോകാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വ്യൂ പോയിന്റുകളുണ്ട്. അപ്പം ആദ്യമേ ഞങ്ങൾ ഈ വ്യൂ പോയിന്റിലൊന്നും ഇറങ്ങിയില്ല. യാത്ര ചെയ്തപ്പോൾ അത് ചൂടായിട്ടുണ്ടാവും. അപ്പം ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ എടുത്ത് വെച്ചതാണ്. എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? സൂപ്പറായിരുന്നു. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് പറയേണ്ടത്?
ഗോട്ടിനെ കണ്ടിട്ട് വരാം പോയെ. ഇടിക്കും ഇടിക്കും. നമുക്ക് ഇടയ്ക്കൊന്ന് വഴി തെറ്റിയിരുന്നു. അപ്പം വഴി തെറ്റിയിരുന്നതുകൊണ്ട് നമ്മൾ വന്ന ടൈം ലേറ്റ് ആയിപ്പോയി. നമ്മൾ പ്ലാൻ ചെയ്തിരുന്ന ടൈമെല്ലാം മാറ്റേണ്ടതായിട്ട് വന്നു. അപ്പം ഞങ്ങൾ ഇവിടെ ഒരു സ്ഥലം കണ്ടുപിടിച്ചു. അവിടെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. എന്തായാലും പീക്കിലേക്ക് എത്താൻ കഴിയാഞ്ഞതിൻ്റെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. അത് നെക്സ്റ്റ് ടൈം നമ്മൾ പരിഹരിക്കും. അപ്പോൾ ഇവിടെയുള്ള വിഷ്വൽസൊക്കെ എടുത്തിട്ട് ഇവിടെയുള്ള വ്യൂസൊക്കെ നമ്മൾ കണ്ടിട്ട് നമ്മൾ പോവാണ്. മറ്റേ പിടിക്കാത്ത ഡിമാൻഡ് അടിച്ചതാ. ഇനി നമുക്ക് പോയിട്ട് സൂര്യൻ അസ്തമിക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അവിടെ നിന്നുള്ള കാഴ്ച നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വന്ന് കണ്ടുപോകാം. നോക്കി നല്ല അടിപൊളി കല്ലല്ലേ. ഇവിടെയുള്ള കല്ലുകളൊക്കെ കണ്ടോ? കല്ലുകളൊക്കെ നല്ല മാർബിൾ പോലെയാണ് ഇരിക്കുന്നത്. മേ ബി ഇത് മാർബിൾ തന്നെ ആവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും അത് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം മാർബിളാണോ. ഇവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാൻ എന്ത് കിടിലൻ സീനറികളാണെന്നറിയോ. നല്ല ഭംഗിയാണ് ഇവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാൻ. സൂപ്പർ സ്ഥലമല്ലേ ഐശു? അടിപൊളി സ്ഥലമല്ലേ? ഗൈസ്, ഇപ്പം നമ്മൾ ജബൽ ഷംസിലാണ് നിൽക്കുന്നത്. ജബൽ ഷംസിൽ ഇതിൻ്റെ ഒരു പീക്ക് ഉണ്ട്. പീക്കിലേക്ക് എത്താൻ നമുക്ക് പറ്റിയില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വന്നപ്പോഴത്തേന് നമുക്ക് കുറച്ച് റോങ് റൂട്ടിലേക്ക് പോയിട്ട് നമുക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ വന്ന സ്ഥലത്ത്, പക്ഷേ വന്ന സ്ഥലം തന്നെ നല്ല കാണാൻ നല്ല കിടില സ്ഥലമാണ്. കണ്ടില്ലേ അങ്ങ് ദൂരെ സൂര്യൻ അസ്തമിക്കുകയാണ്. സൂര്യൻ അസ്തമിക്ക് നമുക്ക് നല്ല രീതിയിൽ കാണാം. അപ്പോൾ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടുന്ന് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് എന്താണ് നമ്മളിപ്പോൾ തന്നെ തിരിച്ചു പോകാൻ പോവാണ്. അപ്പം ഇനിയും എന്തായാലും നമ്മൾ ജബൽ ഷംസൊക്കെ വരാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. ഓക്കെ, അപ്പം എന്തായാലും നല്ല കിടില ഒരു സ്ഥലമാണ് കേട്ടോ ജബൽ ഷംസ്. ഇപ്പോൾ തന്നെ ഇവിടെ തണുപ്പായി തുടങ്ങി. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഇവിടുത്തെ ക്ലൈമറ്റ് -2 വരെ വരാറുണ്ട്. ഇവിടുത്തെ കല്ലുകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്, ആരോ ഒന്ന് അടുക്കി വെച്ച മാതിരിയാണ് ഇവിടുത്തെ കല്ലുകളൊക്കെ ചെയ്യുന്നത്. ഗ്രാനൈറ്റിനോട് മാർബിളിനോട് സാമ്യമുള്ള രീതിയിലുള്ള കല്ലുകളാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ആ ലൈൻസും ആ പാറ്റേൺസും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. She's waiting for love to be real.
ഇവിടെ ഈ മാർബിൾ പോലുള്ള കല്ലിൻ്റെ ഇടയ്ക്കൊക്കെ ഈ അയണിൻ്റെ കണ്ടൻറ്റ് ഉള്ളതുപോലെ തന്നെയുള്ള കുറച്ച് പാറകളുണ്ട്. അതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ടിരിക്കും നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ട്രിപ്പും കഴിഞ്ഞ് നമ്മൾ പോകാണ്ട് നമ്മുടെ വണ്ടി ഇവിടെ നമ്മളെ കാത്ത് കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് പോവാണ്. ഓക്കെ, സമയം നന്നായിട്ട് ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കിനി കൂടുതൽ സമയം ഇവിടെ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പം നന്നായിട്ട് ഇരുട്ടി. അപ്പം നമ്മളിങ്ങനെ പതിയെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓപ്പോസിറ്റ് വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പോകാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, നമുക്ക് നൈറ്റ് ആയി കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ച് പോവുക. ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്ത് ക്യാമ്പ് ചെയ്ത് നിൽക്കാനൊക്കെ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല ക്ലൈമറ്റാണ്. ഈ ജനുവരി ഫെബ്രുവരി ആ ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ക്ലൈമറ്റാണ്. ഡിസംബറിലും നല്ലതാണ്. അപ്പോൾ എല്ലാവരും ആ ടൈമിലൊക്കെ പോയി അടിച്ചു പൊളിക്കാം. അപ്പോൾ ഞങ്ങൾ പോവാണ്. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്യുക. ഇതിലും രസകരമായിട്ടുള്ള വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ. യാത്രയൊക്കെ പോയിട്ട് വന്നിട്ട് ഞങ്ങളൊരു ജ്യൂസൊക്കെ കുടിച്ചല്ലേ, അടിപൊളിയാണ്. അങ്ങനെ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ ശിഹാബ് വീണ്ടും ഫലൂദ കഴിക്കുകയാണ്.